ദേവസ്വല പഞ്ചായത്തിൽ 18 വാർഡുണ്ട്. ഒരു വാർഡിന് നമുക്ക് ചുരുങ്ങിയത് ഒരു 4 ആനയിലും വെച്ച് കൂട്ടാം. ഒരു വാർഡിൽ 4 ആന വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കൂട്ടി നോക്കി ആനന്റെ കണക്ക് എത്ര ഉണ്ട്? അത്ര ഉണ്ട്. സുമാർ അത്രയെങ്കിലും ഉണ്ട്. കാരണം കമ്പാടിയിലെ ആന, കെണിയംവയലെ ആന, കർക്കപ്പാളിയിലെ ആന, ചെളുക്കാടിയിലെ ആന, ദേവൻടൂലെ ആന, കൊട്ടായിമട്ട ആന, ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ദിവസം രാത്രി ആനകൾ തന്നെയാണ്. ഇപ്പൊ ഒരാഴ്ച ഒരു 4-5 ദിവസം മുന്നേ പള്ളിയിലെ ഇമാമ് അപ്പൊ അദ്ദേഹം സുബഹിക്ക് സ്കൂട്ടി വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാറാണ് പതിവ്. അദ്ദേഹം വരുന്ന വണ്ടിയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുകയാണ്. ആ ശബ്ദം അടുത്തു വരുന്നതോടുകൂടെ ആനയുടെ ചീറലും കേൾക്കുകയാണ്. ഞങ്ങളാകെ സ്തബ്ധമായിപ്പോയി. കാരണം എന്ത് സംഭവം കാരണം ഞങ്ങളാകെ അസപ്റ്റായിപ്പോയി. എന്താണ് സംഭവിച്ചത്? കാരണം ഒരാളെ ജീവൻ പൊലിഞ്ഞു. കാരണം ആനയുടെ മുന്നിൽ അങ്ങനെ ഒരു വ്യക്തി പെട്ടിട്ട് ഇന്നേ വരെ ലോകത്ത് എവിടെയും രക്ഷപ്പെട്ടിട്ടില്ല. ആനതപ്പ ഇവിടുന്ന് നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് കുറച്ച് കയറി പോയാൽ കാണും. ഇപ്പൊ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിന്റെ ദൂരത്തിലൊക്കെ ആന നിന്നുകൊണ്ട് 5 വർഷത്തിന് മുന്നൊക്കെ നമ്മളിവിടെ ഏത് നട്ടപ്പാരൊക്കെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നടന്നു പോയിന്നൊരു സ്ഥലമായിരുന്നു. എന്നാൽ നമുക്കിപ്പോ വൈകിട്ട് 6 മണിയുടെ ശേഷം നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂരിനടുത്തുള്ള പാടന്തറ കെണിയംവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പ്രദേശത്ത് വളരെയധികം കാട്ടാനശല്യം രൂക്ഷമായിട്ട് നിൽക്കുന്നൊരു പ്രദേശമാണ്. പ്രത്യേകിച്ച് കുറച്ച് ഷോർട്സും റീൽസും ഒക്കെ ഞാൻ ഇതിനു മുന്നേ പല പ്രാവശ്യങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു ബൈക്കുകാരൻ്റെ നേരെ ആന പാഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ ആളുകൾ കാട്ടാനയുടെ മുമ്പിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെടുന്നത്, പ്രത്യേകിച്ച് രാത്രിക്കുള്ള ഒരു റോഡിലൂടെയുള്ള ഒരു കാഴ്ചയാണ്. പല പ്രാവശ്യം നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു വഴി തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആന ഈ റോട്ടിൽ കൂടെയാണ് പാസ് ചെയ്തു പോകുന്നതും. ഈ റോഡിൻ്റെ ഇങ്ങനെ ഇതൊരു എസ് പോലത്തെ റോഡാണ്, ഇതിലാണ് പാസ് ചെയ്തു പോകുന്നത്. ഇവിടെയാണ് ഈ ഒരു പ്രശ്നം കംപ്ലീറ്റ് നടക്കുന്നത്. അവിടെയുള്ളൊരു CCTVയിലാണ് ഈ ഒരു വിഷ്വൽ കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ നാട്ടുകാരായിട്ടുള്ള നമ്മളൊന്ന് നേരിട്ട് സംസാരിക്കാൻ പോവാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം നേരിട്ടൊന്ന് അറിയാൻ പോവാണ്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷ്വൽസ് നമ്മൾ കാണാൻ പോകുന്നു കേട്ടോ. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആ കാണുന്ന പള്ളിയുടെ മുമ്പിലുള്ള ക്യാമറയിൽ നിന്നും അതിൻ്റെ അപ്പുറമൊക്കെ ഉള്ള ക്യാമറയിൽ നിന്നാണ് ഈ വിഷ്വലും കംപ്ലീറ്റ് കിട്ടുന്നത്. നമുക്ക് ഏതായാലും ഈ ഒരു പ്രദേശം നേരിട്ടൊന്ന് കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പ്രദേശത്ത് ആന അല്ലെങ്കിൽ കാട്ടാന ഇതിലെ പാസ് ചെയ്ത് ആളുകൾ മുന്നിൽപ്പെടുന്നത്, അതുപോലെ തന്നെ ആന ഒന്നല്ല പല ആനകൾ പല സമയത്തായിട്ട് രാത്രിയിലെ പല സമയങ്ങളിലായിട്ട് ഈ ഒരു വഴി കൂടെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു പള്ളിയുടെ തൊട്ട് മുമ്പിലെ ക്യാമറയിൽ നിന്നും അതിൻ്റെ സൈഡിലത്തെ ക്യാമറയിൽ നിന്നും അതിൻ്റെ പുറകിലത്തെ ക്യാമറയിൽ നിന്നും കിട്ടുന്ന വിഷ്വലാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ഇതൊരു വഴി ഒരു എസ് പോലെയാണ്, ഇങ്ങനെ വളഞ്ഞു പോകുന്നൊരു വഴിയാണ്. അപ്പോൾ ആ ഒരു സ്ഥലവും ആ ഒരു ഇതൊന്നും നമുക്ക് നേരിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ആ ഒരു വിഷ്വൽസ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം.
അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു വഴിയോടെയാണ് പോകുന്നത്. തൊട്ട് മുന്നേ നമ്മൾ കണ്ട ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു, അതായത് 2 ആനകൾ നിൽക്കുന്നത്. അതിലൊരു ആന ഇവിടെ നിൽക്കുകയും ഒരു ആന ഒരു റോഡിൽ നിന്ന് കയറി വരികയും ചെയ്യുന്ന ഒരു വിഷ്വൽ നമ്മൾ കണ്ടാണ്. അതിൽ ആ ഒരാന നിന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് ആന എന്ന്. ഈ ഒരു മാവേലാണ് ആന പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ആ 2ാമത്തെ ആന ഇറങ്ങി വരുന്ന വഴി ഇതാണ്. ഈ ഒരു വഴിയാണ് ആന ഇറങ്ങി വരുന്നത്. വഴിയിലാക്കണേ. അപ്പോൾ 2ാമത്തെ ആന ഇറങ്ങി വരുന്നത് ഇതിലെ ഇറങ്ങി വന്നിട്ട് ആ 2 ആനയും കൂടെ കൂടിയിട്ട് ആണ് ഇതിലെ നടന്ന് ഈ മുന്നോട്ട് പോകുന്നത്. നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഇവിടെ ഒരു CCTV ക്യാമറ നമുക്ക് കാണാം. ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ക്യാമറ കാണുന്നില്ലേ? ആ ഒരു CCTVയിലാണ് ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയത്. നമുക്ക് അതിൻ്റെ കറക്റ്റ് വിഷ്വൽ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു നോക്കിയാൽ ആ ഒരു സ്ഥലം കൃത്യമായി മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വഴി നിങ്ങൾക്ക് കാണാം. അതിലെയാണ് ആന ഇറങ്ങി വന്നത്. അതിൻ്റെ തൊട്ടപ്പുറമാണ് മറ്റേ ആന നിന്ന്. എന്നിട്ട് ആന നേരെ ഈ ഒരു വഴിയെ ഇങ്ങനെയാണ് ആന കടന്ന് പോയിരിക്കുന്നത്. ഇവിടെ അപ്പുറത്തോട്ടും ഒരു S പോലത്തെ ഒരു ബെൻഡാണ്. അപ്പോൾ നമുക്കിനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ ഒരു CCTV ക്യാമറ നമുക്ക് കാണാം. ആ ഒരു ക്യാമറയിലാണ് അടുത്ത വിഷ്വൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു CCTVയിലാണ് അടുത്ത വിഷ്വൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല ഈ വീട്ടിലെ CCTV വിഷ്വലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വളവ് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന ഈ റോഡിൻ്റെ വിഷ്വലാണ് അടുത്തത് ആയിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങോട്ടും ക്യാമറയുണ്ട്. അങ്ങനെ ഇത്രയും സ്ഥലത്തോടെയാണ് ഈ ഒരു വിഷ്വൽ പോകുന്നത് കേട്ടോ. അതിൽ ആ ബൈക്കുകാരൻ മറിഞ്ഞ് വീഴുന്ന സ്ഥലമൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ മറ്റാളുകളൊക്കെ ഇതിന് മുമ്പിൽ പെട്ടതൊക്കെ പല പ്രാവശ്യമായിട്ട് ഇവിടെയൊക്കെ പല പ്രാവശ്യം പെട്ടിട്ടുണ്ട്. പാഞ്ഞ് ഓടിപ്പോകുന്ന വഴിയൊക്കെ ഈ ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ പല പ്രാവശ്യം നമുക്ക് ഈ ഒരു വിഷ്വൽ കിട്ടിയിരുന്നു. അപ്പോൾ എവിടെയാണ് ഈ ഒരു സ്ഥലം എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് വരികയായിരുന്നു. ഏതായാലും നമ്മളിപ്പോൾ ഫൈനലി ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ആളുകളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. വളരെ പ്രയാസത്തിലാണ് ആനകൾ. രാത്രിയൊക്കെ ഇതിലൊന്ന് യാത്ര ചെയ്യാൻ പോലും ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു പബ്ലിക് റോഡാണ് നിങ്ങൾ ആലോചിക്കണം. അവിടെയാണ് ആന ഇതുപോലെ സഞ്ചരിക്കുന്നത്, ആളുകളുടെ മുമ്പിലോട്ട് വരുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷിയാബ്. എൻ്റെ പേര് സൈനുദ്ദീൻ. ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ ഈ ആന, ഞാനിപ്പോൾ കുറേ വീഡിയോ കണ്ടു. അപ്പോൾ ഈ റോട്ടിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വീടുകളുള്ള സ്ഥലങ്ങളല്ലേ? ഇത്ര ഇതിലെങ്ങനെ ആന പോകുമ്പോൾ ഇത് എവിടുന്ന് ആന ഇറങ്ങി വരുന്നത്? ആന ഇറങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ ആണ്, ദേവസ്വം എസ്റ്റേറ്റിൻ്റെ. ഇത് ഈ ചായത്തോട്ടൊക്കെ വന്നിട്ട് ഇപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ പിന്നെ സംസാരിച്ചിട്ട് പോലും നമ്മൾ എഴുതി തന്നെ, അതായത് റിപ്പോർട്ടൊക്കെ ഇതിലുണ്ട്. 15 ദിവസം കൊണ്ട് വെട്ടിത്തരാ, ആ ഭാഗം മൊത്തം 3 മാസം കൊണ്ട് വെട്ടാന്നാണ് ഇവർ പറയണത്. പക്ഷെ അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, വെട്ടണില്ല. അപ്പൊ ചായച്ചെടി എന്നൊക്കെ പറഞ്ഞാല് ഒരു കാറ്റാടിന്റെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇല എടുക്കണില്ല. അപ്പൊ ഈ ആനകൾ വന്നുകാണ്ട് ഇതിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അപ്പോ പിന്നെ മറ്റേതെന്ന് പറഞ്ഞാല് പിന്നെ കാടില്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് പോയിരുന്നു. നമുക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ 5 വർഷമായിട്ട് റെഗുലറായിട്ട് വന്നുകൊണ്ടേ നിക്ക. ഡെയിലി രാത്രി രാവിലെയൊക്കെ സ്കൂൾ കുട്ടികളും രാത്രി സ്കൂൾ കുട്ടികള് പിന്നെ അതേമാതിരി സ്കൂൾ വിടുന്ന ടൈമില് ഇപ്പൊ CSI സ്കൂൾ എന്ന് പറയും, ആ സ്കൂളിന്റെ മേലെ തന്നെ നിൽക്കുക. സ്കൂൾ വിടുന്ന ടൈമിന്റെ നേരത്തെ ഇറങ്ങി നിൽക്കുകയാണ്. അതേമാതിരി രാവിലെ മദ്രസക്ക് പോണ കുട്ടികൾക്ക് മദ്രസക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ആ ടൈമിലാണ് ഇത് വരുന്നത്. അല്ല, അതായത് കാട്ടിന്നല്ല വരുന്നത്. കാട്ടിന്നല്ല വരുന്നത്. ഇത് ഇവിടെ കാട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ദൂരാണ് ഉള്ളത്. പക്ഷെ ഇതിപ്പോ ഒരു 5 വർഷമായിട്ട്, നമ്മളിപ്പോ 5 വർഷത്തിന് മുന്നേക്കെ നമ്മളിവിടെ ഏത് നട്ടപ്പാരൊക്കെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നടന്നു പോയിന്നൊരു സ്ഥലമായിരുന്നു. എന്നാൽ നമുക്കിപ്പോ വൈകിട്ട് 6 മണിന്റെ ശേഷം നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഇവിടുന്ന് കൂടല്ലൂർ ടൗണിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് കൂടല്ലൂർ ടൗണിലേക്ക് നമുക്ക് 8 കിലോമീറ്റർ ഇവിടുന്ന് കണക്കൂട്ടാണ്. 8 കിലോ പാടന്തറ കെണിയംവയൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് കെണിയംവയൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മളെ ചുറ്റിലും ആന. നമ്മളെ റൗണ്ട് ഇത്, അതായത് ഈ പാടന്തറ, കെണിയംവയൽ, ചെളുക്കാടി എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന്റെ ചുറ്റും ആന. നമുക്ക് സുമാർ ഇപ്പൊ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ചെളുക്കാടി ഇപ്പൊ ഞങ്ങള് മിന്നാന്നൊക്കെ ആയിട്ട് ഇത് ജനങ്ങൾ കൂടിയിട്ടാണ്, ഫോറസ്റ്റുകാരൊപ്പം കൂടിയിട്ട് ആട്ടുന്നത്. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ 2 ആനനെ മിനിയാന്ന് പിന്നെ മേലെ ഇവിടെ എന്താ ചെൽക്കാടി പിന്നെ ആ ഭാഗത്ത് ട്രെഞ്ച് ഉണ്ട്. അതിന്റെ മേലേക്ക് ഈ ട്രെഞ്ചുകളൊക്കെ അടഞ്ഞു കിടക്കുക.
ഈ ട്രെഞ്ച് ക്ലിയർ ആക്കിയാൽ കുറെ ചില സ്ഥലങ്ങളിലൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്, ആ വഴിയിലൂടെ ഇത് ഇറങ്ങി വരികയാണ്. അത് കുറെയൊക്കെ ക്ലിയർ ആക്കുകയാണെങ്കിൽ കുറെയൊക്കെ ഒരു സമാധാനം കിട്ടും. പിന്നെ കടച്ചനക്കൊല്ലി വരെ എല്ലാ ട്രെഞ്ച് എടുക്കാനുണ്ട്, അതും ക്ലിയർ ആക്കി തന്നാൽ കുറെയൊക്കെ നമുക്കൊരു സമാധാനം എടുത്തിട്ടില്ല. അതായത് ഇതൊരു 6 മണി 7 മണി ആയി കഴിഞ്ഞാൽ ആന ഇറങ്ങുമല്ലേ? അതായത് അപ്പൊ ഒത്തിരി ദൂരല്ലേ ആന? അല്ല, ആനതപ്പ ഇവിടുന്ന് നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് കുറച്ച് കയറി പോയാൽ കാണും. ഈ ഇപ്പൊ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിന്റെ ദൂരത്തിലൊക്കെ ആന നിന്നുകൊണ്ട് അവിടെ ഉണ്ട് ആന. രാത്രി ആയാലും ഒരു 6-7 മണിയാകുമ്പോൾ ഇത് ഇറങ്ങി വരികയാണ്. ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. ഇതിപ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതിന്റെ അവസ്ഥ. അതെ, 5 വർഷമായിട്ട്. 5 വർഷത്തിന് മുന്നേ അങ്ങനെയല്ല, എപ്പോഴേലൊക്കെ അങ്ങനെ നമ്മൾ വന്നു പോയി എന്നല്ല കേൾക്കാന്നല്ലാതെ 5 വർഷത്തിനായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ദിവസം. അതായത് ഞാനൊക്കെ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്. നമ്മളൊക്കെ രാത്രി ഇപ്പൊ കൊണ്ടുപോയി 7 മണിയാകുമ്പോൾ സൈഡാക്കണം. വേറെ എവിടേക്കും പോകാൻ പറ്റൂല, പിന്നെ ഓട്ടാൻ പറ്റൂല. പിന്നെ രാത്രി ഇതിനെ ഓടിക്കാൻ നേരം കൊടുക്കണം. എന്തെങ്കിലും ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ടിട്ട ആനന്റെ മുന്നിൽ ചെന്ന് പെടല. ഓരോ വീടിന് ഇപ്പൊ നമ്മളെ ചുറ്റുവട്ടത്തിലെ ആൾക്കാരൊക്കെ ആന വീട്ടിന്റെ മുന്നിൽ വരുമ്പോ വിളിക്കും ഞമ്മക്ക്. അപ്പൊ നമ്മള് എന്തായിട്ടും ചെക്കന്മാർക്കൊക്കെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ആന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മള് ആട്ടാൻ പോവുകയാണ്. അപ്പൊ ആട്ടുന്ന വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമ്മളടുത്ത്. അതിന്റെ അധികം നമ്മളെ മൊബൈലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ആനന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് പകല് അധ്വാനം കഴിഞ്ഞിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ ഉറങ്ങാൻ വരെ പറ്റുന്നില്ല. കാരണം വീട്ടിന്റെ മുന്നിൽ ആന വന്ന് നിൽക്കുകയാണ്. പിന്നെ അത് മാത്രല്ല, ഞമ്മക്ക് പിന്നെ ഇനി ഒരു ഭാഗത്തുനിന്ന് ഇത് ഇങ്ങനെ രാത്രി ഒരു 6 മണി കഴിഞ്ഞാൽ പട്ടാസ് പൊട്ടുതന്നെ. ഈ ഒച്ച അങ്ങനെ കേൾക്കുക. അവിടെ ആയിട്ടും ഇവിടെ ആയിട്ടും ഇതിങ്ങനെ നേരം പൊളുക്കോളം പൊട്ടുതന്നെ. നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങണ്ട് മോശമാണ്. ഏത് നേരത്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പൊ ഓരോരോ സ്ഥലത്ത് നിങ്ങൾക്ക് തന്നെ അവിടെ ഇവിടെയൊക്കെ മരണം കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു മരണം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ രാത്രി ഇത് ഇറങ്ങി ആട്ടുന്നത്. കാരണം രാവിലെ മദ്രസക്ക് പോണ കുട്ടികൾ വരുന്ന നേരത്തൊക്കെയാണ് ഈ ആന വരുന്നത്. കുട്ടികളെ മുന്നിലൊക്കെ പെട്ടാൽ എന്താ ചെയ്യാ? അപ്പൊ അത് ഉണ്ടാകരുത് എന്ന് കരുതി രാത്രി ഫോറസ്റ്റുകാര് ചെയ്യണില്ല എന്നല്ല, ഓരും ചെയ്യുന്നുണ്ട്. ഓൽക്കൊരു പരിമിതി ഉണ്ടല്ലോ. എന്നാലും ഇതിനൊരു നിരന്തര തീരുമാനം എന്തായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതായത് ഈ നാട്ടിലിറങ്ങുന്ന ആന കാട്ടിലോട്ട് പോകുന്നില്ല, ഇതുവരെ ആക്കം കഴിഞ്ഞിട്ടില്ല. ഓലും ഞങ്ങളെ കൂടെ ഉണ്ട്. സുമാർ എത്ര ആന ഉണ്ടാവും നിങ്ങൾക്ക്? നമ്മള് സുമാർ ഇപ്പൊ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോ ദേവസ്വല പഞ്ചായത്തിൽ 18 വാർഡുണ്ട്. ഒരു വാർഡിന് നമുക്ക് ചുരുങ്ങിയത് ഒരു 4 ആനയിലും വെച്ച് കൂട്ടാം. ഒരു വാർഡിൽ 4 ആന വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കൂട്ടി നോക്കി ആനന്റെ കണക്ക് എത്ര ഉണ്ട്? അത്ര ഉണ്ട്, ആനുണ്ട്. സുമാർ അത്രയെങ്കിലും ഉണ്ട്. കാരണം കമ്പാടിയിലെ ആന, കെണിയംവയലെ ആന, കർക്കപ്പാളിയിലെ ആന, ചെളുക്കാടിയിലെ ആന, ദേവൻറ്റൂലെ ആന, കൊട്ടായിമട്ട ആന, ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ദിവസം രാത്രി ആനകൾ തന്നെയാണ്. കുറച്ച് ദിവസം മുന്നേ ഒരാളെ ആന 2-3 ദിവസം മുന്നേ കുറച്ച് മുന്നേ അത് കരിയേശ്വര സ്ഥലത്ത്. നമ്മളെ പിന്നെ ഈ ഇങ്ങനെയൊന്നും നമ്മളെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഒരു 5 വർഷത്തിന് ശേഷമൊന്നും ഇങ്ങനെ ഇല്ല. ഇപ്പൊ റെഗുലർ 5 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ അതിഭയങ്കരമായിട്ട് ആനകൾ എവിടുന്നാ വരുന്നത്, എത്രണ്ണ വരുന്നത് എന്നൊന്നും അറിയണില്ല. ഒരു 4 എണ്ണം 3 എണ്ണം ഇങ്ങനെ ആയിട്ട് വന്നുകൊണ്ടേ നിൽക്കുകയാണ്. ആ വീഡിയോ കാണുന്നതാണെങ്കിലും ഓരോ ദിവസം ഓരോ ആനയാണ്. അതെ, ഇപ്പൊ ഇവിടെ ചെൽക്കാടി മക്കനാന എന്ന് പറഞ്ഞിട്ട് ഒരു ആന ഉണ്ട്. ഈ ആന എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഈ ആനയാണ് പിന്നെ മറ്റുള്ള ആനകൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ആ ആന പോയിട്ട് വരുമ്പോ ഒരു 4 ആന 3 ആനനെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഈ ആന ഇവിടെ. ഞങ്ങൾ പലവട്ടം പല കംപ്ലൈന്റും ഇതില് പിന്നെ കൊടുത്തതാണ്. ഈ ആനനെ പിടിച്ചു കൊണ്ടുപോയിങ്ങാണ്ട്, അല്ലെങ്കിൽ കാരണം കാട്ടിൽ വിട്ടിട്ട് കാര്യമല്ല. ലീഡറുണ്ട്. ഈ ആനനെ കാട്ടിൽ വിട്ടിട്ട് കാര്യമല്ല. എന്താന്ന് വെച്ചാൽ ഈ ആന മസനക്കൊടി, നിലമ്പൂര്, എടക്കര ഇവിടൊക്കെ പോയി കറങ്ങി വരുന്ന ആന. പിന്നെ ഈ ആന നിലമ്പൂര് വരെ പോകുന്നുണ്ട്. നിലമ്പൂര് വരെ പോകുന്നുണ്ട്. ഈ ആന എല്ലായിടത്തും കാണുന്നതാണ്. കൂടുതലായിട്ട് കാണുന്നത്, അതായത് കൂടുതലായിട്ട് നിൽക്കുന്നത് അത് ഇവിടെയാണ്. ഈ ആന 5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇതിന് ചെളുക്കാടി മക്കനാന എന്ന് പേരെന്നെ ഉണ്ട്. മൊഴയാന. മൊഴയാന. ആ ആന പോയിട്ട് തിരിച്ചു വരുമ്പോ ആനന്റെ ഇപ്പൊ 2-3 ആനകളുണ്ട്. ആനയാണ്. അപ്പൊ ഇതിങ്ങനെ ഈ ആന പോയിട്ട് വരുമ്പോ കൊണ്ടുവരാണ്. അങ്ങനെ ഈ ആന കൊണ്ടുവന്ന് ഈ മറ്റുള്ള ആനകൾക്കൊക്കെ ഇപ്പൊ റൂട്ട് ക്ലിയർ ആയി. ഇപ്പൊ ഇവര് ഫോറസ്റ്റുകാർ എന്താ ചെയ്യണത്? ആന ഈ വളിത്തടം എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുകയാണ്. ഇവിടെ അങ്ങനെ 5 വർഷത്തിന് മുന്നേ അങ്ങനെ ഒരു ആനയെ വളിത്തടം അങ്ങനെ ഒരു ആനയില്ല. ഞാൻ ആലോചിച്ചത് ഈ വന്ന ആനകളെല്ലാം ഒന്നെങ്കിൽ ഈ വഴി കൂടെ ഈ വഴി കൂടെ പോയിട്ട് ഇതാക്കണ, അതിലങ്ങനെ അല്ലേ? ആ വഴി കൂടെ അങ്ങോട്ട് കിടക്കും. ആ വഴി അതാക്കണ്, അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടാണ്. അതൊക്കെ വീടുകളുള്ള സ്ഥലം. അവിടൊക്കെ ഫുള്ള് വീടുകളുള്ള സ്ഥലമാണ്. നേരെ മേലേക്ക് കയറും. പിന്നെ അങ്ങനെ ദേവസ്വല, കൊട്ടായിമട്ടം,
ഇങ്ങനെ നമ്മളെ ഈ പാടന്തരയിൽ നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും ആനല്ലാത്ത സ്ഥലമേ ഇല്ല. അത്രയും ഞങ്ങളെ ജീവിതം അത്രയും അപകടത്തിലാണുള്ളത്. ഒരു മാസത്തിൽ 1-2 പേര് വെച്ചൊക്കെ മരിക്കുന്നുണ്ടല്ലോ. അതെ, മരണങ്ങൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് ഒച്ചയും പുളി ഉണ്ടാക്കും, 5 ലക്ഷം അങ്ങനെ എന്തെങ്കിലും തരും, അതുകൊണ്ട് ഇതാകും. പിന്നെ അടുത്ത ആളടിക്കും, പിന്നെ പുലി വേറെ. പുലി ഇപ്പൊ ടൈഗർ അതിപ്പോ എത്ര ആൾക്കാരല്ല, പിന്നെ പശുക്കളെ 10-12 പശുക്കളെ തന്നെ ഈ ഭാഗത്ത് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മള് എല്ലാ പോരാട്ടം ഞങ്ങളിപ്പോ കഴിഞ്ഞ വർഷം ഒരു ഉണ്ണാവൃത പോരാട്ടം ഉണ്ടാക്കി. പിന്നെ അതില് പിന്നെ ഒരു തീരുമാനം പറഞ്ഞു ആനനെ അടർന്ന കാട്ടി കൊണ്ടുപോകും എന്ന് പറയാന്നല്ലാതെ ഇന്നേ വരെ കൊണ്ടുപോയിട്ടില്ല. ആന ഇവിടെ തന്നെ ഉള്ളത്. എൻ്റെ പേര് മൊയ്തീൻ നീലഗിരി എന്ന് പറയും. ഇവിടെ തന്നെയാണ് താമസം. പാടന്തറ കെണിയമ്പയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ഈ കഴിഞ്ഞ ദിവസമായി ഞാനിപ്പോ നോക്കുമ്പോ ഈ ബൈക്കിൽ പോയ ആൾക്കാരൊക്കെ ഇങ്ങനെ വീഴുന്ന രംഗവും അല്ലെങ്കിൽ അതിന് മുമ്പിൽ പെടുന്ന രംഗമൊക്കെ കണ്ടിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കില്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അത് പിന്നെ ഇപ്പോ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. ഞങ്ങള് ഇവിടെ ആന സ്ഥിരമായിട്ട് വരുന്നത് സുബഹി സമയത്താണ്. അതായത് പുലർച്ചെ ഒരു 4:30-5 മണി സമയങ്ങളിലാണ് വരുന്നത്. അപ്പോ ഇവിടെ ഈ ആന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് മുൻപൊക്കെ പള്ളി ഫുള്ള് സുബഹി വരെ പുലർച്ചെ പ്രയർ വരെ പള്ളി ഏകദേശം 2-3 സഫൊക്കെ ഉണ്ടാകുന്നതാണ്. ലൈന ആളുകൾ അത്രയും കൂടുതൽ ആളുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. പക്ഷെ ഈ ആന പ്രശ്നങ്ങൾ, പുലി, ഇത്രയും വന്യമൃഗ ശല്യങ്ങൾ കൂടിയത് കാരണം ഇപ്പോൾ ഞങ്ങൾ അടുത്ത് ഈ പള്ളിയുടെ തൊട്ട അയൽവാസികളായ 2-3 ആളുകൾ മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ. അത് തന്നെ വലിയ ഭീഷണിയാണ്. കാരണം ഞങ്ങൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 1 മിനിറ്റിന്റെ ക്യാപ്പിലൊക്കെയാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. കാരണം ഞങ്ങൾ വീട്ടിലെത്തിയ ഉടനെ കാണാൻ പിന്നെ ഒന്നോക്കിൽ ആന ചീറുന്ന ശബ്ദം, അതല്ലെങ്കിൽ ഫോറസ്റ്റുകാരുടെ സൈറൻ, ഇതൊക്കെ ഞങ്ങൾ നിമിഷങ്ങൾ, അതായത് 1 മിനിറ്റ് 2 മിനിറ്റ് ഇത്ര വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരാഴ്ച ഒരു 4-5 ദിവസം മുന്നേ പള്ളിയിലെ ഇമാമ് വന്നിട്ട് വാണിയമ്പലം സ്വദേശി നൗഫൽ നിസാമിയാണ്. അപ്പൊ അദ്ദേഹം ഇപ്പോൾ കുടുംബസമേതമായിട്ട് 1-2 മാസമായിട്ട് പിന്നെ ഇവിടെ തന്നെയാണ് താമസം. അപ്പൊ അദ്ദേഹം സുബഹിക്ക് സ്കൂട്ടി വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാറാണ് പതിവ്. അങ്ങനെപ്പോ പിന്നെ അടുത്ത ദിവസം അദ്ദേഹം ഞങ്ങളെല്ലാം പള്ളിയിൽ കയറി, ഞങ്ങള് പ്രയറിന്റെ ടൈം അടുത്തു തുടങ്ങുകയാണ്. ആ സമയത്ത് അദ്ദേഹം കറക്റ്റ് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം പള്ളിയിലെത്തും. ഞങ്ങള് നമസ്കാരം നിർവഹിക്കും. അന്ന് ഏകദേശം 2 മിനിറ്റ് ബാക്കിയേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം വരുന്ന വണ്ടിയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുകയാണ്. ആ ശബ്ദം അടുത്തു വരുന്നതോടുകൂടെ ആനയുടെ ചീറലും കേൾക്കുകയാണ്. ഞങ്ങൾ ആകെ സ്തബ്ധമായി പോയി. കാരണം എന്ത് സംഭവിച്ചു? നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ടല്ലോ? എല്ലാം ഞങ്ങൾ പള്ളിന്റെ ഉള്ളിലിരിക്കല്ലേ, പള്ളിയുടെ തൊട്ടാണിത് സംഭവം. ആ യൂട്ടേണിലാണ് സംഭവം. നിങ്ങൾ ഇമാമിനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇത് സംഭവം. കാരണം ഞങ്ങൾ ആകെ അസപ്റ്റായി പോയി, എന്താണ് സംഭവിച്ചത്. കാരണം ഒരാളെ ജീവൻ പൊലിഞ്ഞു. കാരണം ആനയുടെ മുന്നിൽ അങ്ങനെ ഒരു വ്യക്തി പെട്ടിട്ട് ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ല. ലോകത്ത് എവിടെയും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആകെ ആ ഒരു പരിഭ്രാന്തിയിൽ ഞങ്ങളെല്ലാം ചാടി പുറത്തിറങ്ങുമ്പോ ബൈക്ക് വീണ ഒച്ച കേൾക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോ വലിയൊരു അത്ഭുതം തന്നെ പറയാം. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ആന ഇദ്ദേഹമല്ല പേടിച്ചത്, ആനയാണ് പേടിച്ചത്. അന്നത്തെ എന്തോ ഒരു ആനയുടെ ബുദ്ധിയോ ഇദ്ദേഹത്തിന്റെ മക്കളുടെ നല്ല കാലം എന്നും പറയാൻ പറ്റില്ല. രക്ഷപ്പെട്ടു. ആന പേടിച്ചോടുകയാണ് ചെയ്തത്. അതിൻ്റെ മുന്നത്തെ 1-2 ദിവസം മുന്നെയാണ്
രണ്ട് പയ്യന്മാര് കാൽനടയേറ്റ് വരുന്ന രണ്ട് പയ്യന്മാര് ആനയുടെ മുന്നിൽ നിന്ന്, അതേ ആനയുടെ മുന്നിൽ നിന്ന് ഒരു ബൈക്ക് യാത്രികനും രക്ഷപ്പെടുകയാണ് സംഭവിച്ചത്. അതെ, അത് രാത്രി, അത് 8:45 ആയിട്ടുള്ളൂ. രാത്രി 8:45. 8:45 എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ 11-12 മണിക്ക് ഗൂഡല്ലൂർ ടൗണിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ പ്രദേശവാസികളിൽ അധികവും. അവരൊക്കെ 11-12 മണിക്കൊക്കെയാണ് വരുന്നത്. ആ സ്ഥാനത്ത് 8:45 ഇവിടെ ആന ഇറങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരാണ്. അത് ആരുടെ അനാസ്ഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആരെ കുറ്റപ്പെടുത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്ക് ഇത് ഭരണാധികാരികളുടെ ഒരു മോശം തന്നെയാണ്, അവരുടെ ഒരു പോരായ്മകളാണ്. കാരണം ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും, കാരണം അതിനാണ് നമ്മൾ ഫോറസ്റ്റ് ഫോഴ്സിനെ നിയോഗിച്ചിട്ടുള്ളത്. അവരുടെ ജോലിയാണല്ലോ, വന്യമൃഗങ്ങളെ മേയ്ക്കാനാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. പക്ഷെ അവര് ശരിയായ രീതിയിൽ അവരുടെ ജോലി നിർവഹിക്കുന്നില്ല എന്നുള്ള അവരുടെ ഉദ്ദേശം. ഞാൻ എൻ്റെ ഒരു ഊഹം പറയാം, അവർക്ക് മനുഷ്യര് നഷ്ടപ്പെട്ടാലും മൃഗം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു നിഗമനം അവർക്കുണ്ടോ എന്നുള്ളൊരു തോന്നൽ അത് എല്ലാവർക്കും തോന്നിപ്പോകും. കാരണം അവർ ചെയ്യുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത പ്രദേശത്ത് ഒരു കാട് പോലും ഇല്ലല്ലോ, ഒരു കാട്. ഇത് ഫോറസ്റ്റ് അല്ലല്ലോ, ഫോറസ്റ്റ് ഇവിടുന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. ഇതൊക്കെ നാടൻ പ്രദേശമാണ്. ഇത് ആളുകൾ വെച്ചുണ്ടാക്കി 100-150 വർഷക്കാലം പഴക്കമുള്ള വീടുകളും കൃഷിയിടങ്ങളൊക്കെയാണ്. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു, അതാരുടെ അനാസ്ഥ കൊണ്ടാണ് ഇവിടെ എത്തിയത്, അത് ഭരണാധികാരികൾക്കും ദൈവത്തിനും തന്നെ അറിയുള്ളൂ. അപ്പം ഇതിനൊരു മാറ്റം വരണം. അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നായാലും ശരി, ഇവിടെ നമ്മളെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയ് സാറാണ്. അദ്ദേഹം ഒക്കെ അദ്ദേഹം വിചാരിച്ചാൽ ഇതിനൊക്കെ ഒരു അയവ് വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ കുറെ കാലമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പേരാണല്ലോ നാട് ഭരിച്ചോണ്ട്. പെട്ടെന്ന് ഈ ഭരണം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിലുള്ള നിങ്ങളുടെ അതായത് പ്രത്യേകിച്ച് ഈ വന്യമൃഗ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ നേരിടുന്നതിന് അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന രീതിക്കൊക്കെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടോ? അത് തോന്നി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിജയ് സാറ് വന്നിട്ട് അധികമായിട്ടില്ല. അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാനുള്ള ഒരു സന്ദർഭം, ഒരു സാഹചര്യത്തിക്ക്, ആ സമയത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേ നമുക്ക്, കാരണം ഇപ്പം അദ്ദേഹം ഭരണത്തിൽ കയറി, അദ്ദേഹം ഈ നാടിൻ്റെ സ്രോതസ്സുകൾ തേടി വരുന്നേ ഉള്ളൂ. ഒക്കെ തിട്ടപ്പെടുത്തി വരുമ്പോഴല്ലേ അതിനുള്ള ഫണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഫോറസ്റ്റ്, അതായത് വന്യമൃഗ ശല്യം കുറയ്ക്കാനുള്ള ഒരുപാട് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിനേക്കാണ് ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് പിന്നിലുണ്ട്, ജനങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ, മനുഷ്യജീവന് കുറച്ച് വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും. കാരണം ഈ അധികം അദ്ദേഹം ഭരണമേറ്റിട്ട് ഒരുപാട് ആയിട്ടില്ലല്ലോ. അപ്പൊ ഇത്ര ആവുമ്പോ തന്നെ കുറെയൊക്കെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭരണമാണ് അദ്ദേഹത്തിൽ നിന്ന് കാണുന്നത്. കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക്, ജീവിതത്തിന് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ നിന്നും ഉണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ് ജനങ്ങൾക്ക്. അത് മാത്രമല്ല, ഇപ്പൊ ഈ വന്യമൃഗ പ്രശ്നം ഇതിന്റെ ഏറ്റവും മൂർധന്യത്തിലാണ് നിൽക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇത് ഇപ്പോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷമൊക്കെ ഒരുപാട് ശല്യങ്ങളാണ് കൂടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഭീകരമായ ഈ അവസ്ഥ, ഇത്രയും ഭീകരാവസ്ഥയിൽ എത്തിക്കാനായിട്ടും ഇതിനു മുന്നേ കടന്നുപോയ ഗവൺമെന്റുകൾക്കും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലല്ലോ ഏതായാലും? ഒരിക്കലുമില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്യാതിരുന്നിട്ടില്ല. എന്നാൽ ഇപ്പോ ഇവര് ഭരണത്തിൽ ഏറിയിട്ട് ഇത്രയും ദിവസമായ ഈ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞ ഗവൺമെന്റിന് 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് കെണിയംവയൽ എന്ന് പറഞ്ഞ പ്രദേശമാണ്, പാടന്തര ഗൂഡല്ലൂരിന് അടുത്തുള്ള ഒരു പ്രദേശമാണ്. അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയ CCTV വിഷ്വൽ നിങ്ങൾ കണ്ട്, അതുപോലെ തന്നെ അവർ കാട്ടാനയെ ഓടിക്കാനായിട്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടു. വളരെ ഭീകരമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ ആ വിഷ്വലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പല പ്രാവശ്യം, പ്രത്യേകിച്ച് ഈ ഒരു പള്ളിയിലെ ഇമാമ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മാത്രമല്ല
രണ്ട് യുവാക്കൾ ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന വീഡിയോയും നമ്മൾ കണ്ടതാണ്. ആ ആനയൊക്കെ ഈ റോട്ടിലൂടെ തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ആ വഴിക്ക് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, സംസാരിക്കുന്നത്. ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളും ഒക്കെ ചേർന്ന് തന്നെയാണ് ഈ ആനയെ രാത്രി ഓടിക്കാനായിട്ട് പോകുന്നത്. പകൽ സമയം മുഴുവൻ പണിയെടുക്കുകയും രാത്രി തിരിച്ചു വന്നിട്ട് ആനയെ ഓടിക്കാൻ പോകലൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷം മുന്നേ ഒന്നും ഇവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാരണം ഇവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുള്ളത് തന്നെയാണ് അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും വളരെ രൂക്ഷമാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും അടുത്തൊന്നും ഫോറസ്റ്റ് ഒന്നും ഇല്ല. ഇവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടാണ്. ഫോറസ്റ്റൊക്കെ ഇവിടുന്ന് ഒത്തിരി ദൂരമുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷേ ഇവിടെയൊക്കെ എസ്റ്റേറ്റുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന എസ്റ്റേറ്റിൻ്റെ സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടന്ന് അവിടെയാണ് ഇങ്ങനെ ആനകളൊക്കെ തമ്പടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ കേട്ടു. അതായത് ദേവർശാല പഞ്ചായത്തിൽ 18 വാർഡുണ്ട്. ഈ 18 വാർഡിലും ഒരു വാർഡിൽ 4 ആന വെച്ചെങ്കിലും ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം ഭീകരമാണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം ആനകൾ ഈ നാട്ടിൻ പ്രദേശത്ത് തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആനകളൊക്കെ ഓരോ ദിവസവും ഓരോ ആനകളാണ് ഈ റോഡിലൂടെ നടന്നു പോകുന്നതൊക്കെ നമ്മൾ ആ വിഷ്വലി കാണുന്നത് കേട്ടോ. ഒരേ ആനകളൊന്നുമല്ല വരുന്നത്, പല ആനകളാണ് പല സമയത്തായിട്ട് വരുന്നത്. ഏതായാലും ആളുകളുടെ ജീവിതം ഇവിടെ വലിയ പ്രയാസത്തിൽ തന്നെയാണ്. മാറി വന്ന ഇവിടുത്തെ ഭരണകൂടം ഇവരുടെ പ്രശ്നം വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും, അല്ലെങ്കിൽ വരും നാളുകളിൽ അവരുടെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായ പരിഹാരം കാണും എന്ന് തന്നെയാണ് ഇവരെയുള്ളവരെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. അതിൽ മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.